സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് 2025-ലെയും 2026-ലെയും പഠിക്കുകയാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ വർഷത്തെ ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അത്രയ്ക്ക് ഉപകാരപ്പെടും. നോക്കൂ, ഇത് 6ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ 5 ക്ലാസ് എടുത്തു. 5 ക്ലാസ്സുകളും ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് ഈ 150 ക്ലാസ്സും നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിലുണ്ട്. 5 ക്ലാസ് നിങ്ങൾ കാണുക. എന്റെ പിറകിൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കേ. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ, ഇപ്പൊ പത്രങ്ങളിലുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ രസകരമായി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, ഇതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഇപ്പൊ തന്നെ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അവസാനം ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങാടാ. 2026-ൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ആണ് കേട്ടോ. ആദിവാസി മേഖല എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആ ഒരു ചിന്ത വരണം. ഇപ്പൊ ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയില് 2026-ൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയായത് ഛത്തീസ്ഗഡ് ആണ്. ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാല് മോർവീർ. ഒന്ന് പേര് പഠിച്ചേ. ഇതാ ഈ കുട്ടപ്പനെ കണ്ടോ എന്റെ പിറകില്? കുട്ടിച്ചാത്തൻ എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഇതൊക്കെ ക്ലാസ് എടുത്തപ്പോൾ നമ്മുടെ പിള്ളേര് പറഞ്ഞു അതുപോലെ തോന്നുന്നുണ്ടെന്നൊക്കെ. മോർവീർ അല്ലെ, വീർ എന്നൊക്കെ പറഞ്ഞൊരു കാർട്ടൂൺ കഥാപാത്രം കണ്ടത്. അതുപോലെ മോർവീർ ആണ് ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. മധ്യപ്രദേശ് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ആണല്ലോ. നോക്കൂ, മധ്യപ്രദേശിലെ 3ാമത്തെ ചീറ്റ സങ്കേതമായി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവ്. ഇപ്പൊ ചീറ്റപ്പുലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീറ്റ സങ്കേതമായിട്ട് 3ാമത്തെ ചീറ്റ സങ്കേതമായിട്ട് ഏതാണ് മധ്യപ്രദേശ് സർക്കാർ തീരുമാനിച്ചത്? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് അല്ലെ, വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ആണ് 3ാമത്തെ ചീറ്റ സങ്കേതമായിട്ട് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, മധ്യപ്രദേശിലെ മറ്റ് 2 ചീറ്റ സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കുനോയാണ്, മറ്റൊന്ന് ഗാന്ധിയാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ വർഷം പാസ്സാക്കിയ 3 ബില്ലുകളാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചിരുന്നോ? VBG റാംജി ബില്ല്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതുതായിട്ട് വന്ന VBG റാംജി നിങ്ങളെല്ലാം പഠിച്ചോ? ആ ക്ലാസ് വളരെ കുറച്ച് പേരാണ് കണ്ടത്. മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അത്രയ്ക്ക് ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കും കേട്ടോ. കുറച്ച് പേര് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്ലാസ്. അപ്പൊ VBG റാംജിയുടെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. VBG റാംജി ബില്ല് എന്നായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ആള് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറഞ്ഞിരുന്നു. എന്നായിരുന്നു VBG അല്ലെ റാംജി അവതരിപ്പിച്ചത്? ക്ലാസ് കണ്ടവരെല്ലാം കമന്റ് ചെയ്യണം. ഒരു 100 പേരെങ്കിലും ചുമ്മാ കമന്റ് ചെയ്ത് ലൈവിൽ ഇരിക്കുന്ന പോലെ പഠിച്ചു പോകാലോ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്നതിനും ഏകീകൃത നിയന്ത്രണ സംവിധാനവും യോജിച്ച മാനദണ്ഡങ്ങളും നിർദ്ദേശിക്കുന്നതിനും അത് തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഒരു 10th ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവര് ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിമറിക്കുക, ഏകീകൃത നിയന്ത്രണ സംവിധാനം കൊണ്ടുവരിക. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന UGC പോലുള്ള സംവിധാനങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതെല്ലാം ഒന്ന് ഏകീകരിക്കാനുള്ള ഒരു പരിപാടിയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പുതിയ ബില്ല് കൊണ്ടുവരികയാണ്. ആ ബില്ലിന്റെ പേര് പഠിക്കുക, വീക്ഷിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ. ആ പേരിന്റെ പോലെ തന്നെയാണ് ആ ബില്ലിൽ ഉദ്ദേശിക്കുന്നത്. വീക്ഷിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ. വീക്ഷിത ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ പറഞ്ഞു പഠിക്കുക എന്നായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ബില്ലുകളാണ്. ഡിസംബർ 15 ഡേറ്റ് പഠിച്ചു വെക്കുക. ഡിസംബർ 15 ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിന്റെ ഫോട്ടോയെ കൂടെ കാണാം. അദ്ദേഹമാണ് ഇത് ലോകസഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. വീക്ഷിത് ഭാരത് ശിക്ഷാ അധിഷ്ഠൻ ബിൽ ഡിസംബർ 15. അപ്പൊ ഇതിന്റെ മറ്റു ഡേറ്റുകളിലേക്കൊന്നും ഞാൻ കടക്കാത്തത്, ഇത് പാർലമെന്ററി കമ്മിറ്റി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇത് പാസ്സാക്കിയിട്ടൊന്നുമില്ല. ഡിസംബർ 16, 17 തീയതികളൊന്നും മാറ്റം സംഭവിച്ചില്ല. ഇത് വിശദമായി പഠിക്കണം. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം അല്ലെ. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിന് പകരം വലിയൊരു തീരുമാനമാണ്. അത് എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ഞാൻ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കൊടുക്കാം. നോക്കൂ, നിലവിലുള്ള UGC, AICTE, NCTE തുടങ്ങിയ സംവിധാനങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ നോക്കുന്നത്. ഇത്തരം റെഗുലേറ്ററി ബോഡീസിനെയൊക്കെ എന്ത് ചെയ്യാണ്?
ഒരു കുടക്കീഴിൽ ഒരു കമ്മീഷന്റെ കീഴിലേക്ക് മൊത്തത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ കൊണ്ടുവരികയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ബില്ലിലെ ഒരു കാര്യം. ഓക്കെ, മനസ്സിലാക്കണേ. ചുമ്മാ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവര് ഓരോരോ പോയിന്റുകൾ മനസ്സിലാക്കി അങ്ങോട്ട് പോയാൽ മതി. കമ്മീഷന് 3 പ്രത്യേക അധികാരങ്ങൾ കൊടുക്കും. ഇങ്ങനെ UGC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കമ്മീഷന്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയും അവിടെ കമ്മീഷന് പ്രത്യേക ചില അധികാരങ്ങൾ, റെഗുലേറ്ററി കൗൺസിൽ അധികാരം, അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ കൗൺസില്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെങ്ങനെ മാറ്റുന്നു. കൂടാതെ പല കോളേജുകൾക്കും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന കോളേജുകൾക്ക് സർവകലാശാലകളുടെ സഹായം ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ബിരുദം നൽകാനുള്ള ഒരു അധികാരമൊക്കെ, അതൊക്കെ വലിയൊരു തീരുമാനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ നിയമം വരട്ടെ, അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിക്കാം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ നിയമം. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠൻ ബില്ല് ഡിസംബർ 15 പാർലമെന്റിൽ അവതരിപ്പിച്ചത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. 2ാമത്തത് ഇന്ത്യയുടെ ആണവോർജ മന്ത്രിയാണ്. അപ്പൊ ആണവ മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ. അദ്ദേഹം ഡിസംബർ 15 തന്നെ ആണവോർജ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഡിസംബർ 15 2 ബില്ലുകൾ കൊണ്ടുവരുന്നു. ക്ലിയർ ആണേ? കഴിഞ്ഞ 2025 ആണവോർജ മന്ത്രി കൊണ്ടുവരുന്ന ബില്ലിന്റെ പേര് പഠിക്കാൻ രസമാണ്. ആണവോർജമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല കാണുമ്പോൾ. ശാന്തി. കാരണം ആണവോർജം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ശാന്തി നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഈ ആണവോർജവുമായി ബന്ധപ്പെട്ട ബില്ല് പഠിക്കുമ്പോൾ നല്ല രസമാണ് പഠിക്കാൻ. ശാന്തി. നോക്കൂ, അതിന്റെ കൺസെപ്റ്റ് ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്ത് നോക്കണേ, ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകുന്ന ബില്ല്. വളരെ ഇമ്പോർട്ടൻ്റ്, അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു അതാണ്. അപ്പൊ ആണവോർജ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും തന്ത്രപ്രധാനപ്പെട്ട വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വകുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അവിടേക്ക് നോക്കൂ, ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്വകാര്യ കമ്പനികൾക്കും വരാമെന്ന്. ഇപ്പൊ ശാന്തി ബിൽ എന്ന് പറയാൻ കാരണം അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ്? സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതാണ് ശാന്തി ബില്ല്. ഇപ്പൊ ശാന്തി ബില്ല് അവതരിപ്പിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, തെറ്റിക്കരുത്. അത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ജിതേന്ദ്ര സിംഗ് കിട്ടും. ഇനി നമുക്ക് ഡേറ്റുകൾ മാറാതെ ഒന്ന് ഓർത്തു വെക്കണം നിങ്ങൾ. 17-ാം തീയതിയാണ് ലോകസഭ ഇത് പാസ്സാക്കുന്നത്. അപ്പൊ ഡിസംബർ 15 ശാന്തി ബില്ല് ഒരു ദിവസം ചർച്ച ചെയ്ത് 17-ാം തീയതി ലോകസഭ പാസ്സാക്കുന്നു. പിറ്റേ ദിവസം 18-ാം തീയതി രാജ്യസഭ പാസ്സാക്കുന്നു. ഓക്കെ ആണല്ലോ? എന്നാൽ ഒരു ദിവസം വീണ്ടും അതിനുശേഷം 20-ാം തീയതി, 19 അല്ല 20-ാം തീയതി ഇത് രാഷ്ട്രപതി സൈൻ ചെയ്തു. അപ്പൊ നോക്കൂ, 2 പ്രധാനപ്പെട്ട ബില്ലുകളാണ്. അടുത്ത ബില്ല് ഞാൻ പറയാൻ പോവാണ്. അടുത്തത് ഇൻഷുറൻസ് മേഖലയാണ്. ഒന്ന് ആണവോർജ മേഖലയാണ്. ആണവോർജ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ വരുന്നു. അവിടെ ആ ഒരു കൺസെപ്റ്റ് ചിന്തിക്കുക. ഡിസംബർ 20-ാം തീയതി രാഷ്ട്രപതി സൈൻ ചെയ്തു. ക്ലിയർ ആണ് ശാന്തി ബില്ല്. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് PDF ഫ്രീ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് കമന്റിൽ PDF ഉണ്ട്. മാതൃഭൂമിയുടെ ഒരു ന്യൂസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയിട്ട് ടെലഗ്രാം ചാനൽ വന്നിട്ട് PDF ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. അവിടെ എന്തൊക്കെയാണ് പോയിന്റുകൾ എന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നത് നിർബന്ധമായിട്ട് ഇതെല്ലാം ഒന്ന് പഠിക്കണം, നോട്ട് ചെയ്ത് പഠിക്കണം. ഞാനിപ്പോൾ ക്ലാസ് ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ ക്ലാസ് പറയുന്നില്ല കേട്ടോ. ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ തീരെ കാണുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നില്ല. ശരിക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയില്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും പറയാം. ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. അതായത് അറ്റോമിക് എനർജി ആക്ട് 1962 ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ഉണ്ട്. അതായത് നമ്മളെ ജനങ്ങൾക്കും മറ്റുള്ള ആളുകൾ എന്താ പറയുക പരിസ്ഥിതിക്കൊക്കെ നാശം സംഭവിക്കുക. ഈ നാശം മീൻസ് ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ, പരിസ്ഥിതി, മനുഷ്യന്റെ ജീവിതം ഒക്കെ നോക്കണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്വകാര്യ മേഖലയ്ക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കുകയല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്നൊക്കെ ഇവിടെ വായിച്ചു നോക്കുക. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഭോപ്പാൽ ദുരന്തമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതൊക്കെ വലിയ ചർച്ചയായിരുന്നു ലോകസഭയിൽ, രാജ്യസഭയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആണവോർജ മേഖലയുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഡേറ്റുകൾ ഓർത്തു വെക്കുക. ആണവോർജ ഉൽപ്പാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തുള്ളത്. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ശാന്തി ബില്ല്. ഓക്കെ, ഇനി അടുത്തത് ഇൻഷുറൻസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഡിസംബർ 15 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15-ാം തീയതി അവതരിപ്പിച്ചു പറഞ്ഞു. എന്നാൽ 16-ാം തീയതിയാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയാൻ നമുക്കറിയാം ഫണ്ട്, പൈസയുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മല സീതാരാമൻ ആലോചിക്കുക. ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ, പിന്നീട് ജിതേന്ദ്ര സിംഗ്, പിന്നീട് നിർമ്മലാജി. അപ്പൊ നിർമ്മലാജി ഡിസംബർ 16-ാം തീയതി എന്താ അവതരിപ്പിക്കുന്നത്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ പേര് പഠിക്കുക.
സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ. ഒന്ന് ആലോചിച്ച് പഠിച്ചേ. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ, സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ. ഓക്കെ, കൃത്യമായിട്ട് ആ പേരുകൾ പഠിക്കണേ. ശാന്തി ബിൽ, ജിതേന്ദ്ര സിംഗ്. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ, നിർമ്മല സീതാരാമൻ. സബ്കാ ബീമ സബ്കി രക്ഷ. രക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഇൻഷുറൻസ് ഫീൽ വരും. എന്താണ് പിള്ളേരെ? ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. ഇൻഷുറൻസ് മേഖലയില് നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി 74% നിന്നും 100% ഉയർത്തിയ പുതിയ ഭേദഗതി ബില്ലാണ് സബ്കാ ബീമ സബ്കി രക്ഷ ബിൽ. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഡിസംബർ 16 ക്ലിയർ ആണ് ഡേറ്റ്? നിർമ്മല സീതാരാമനാണ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 16 അവതരിപ്പിച്ചുവെങ്കിലും ഡിസംബർ 16 തന്നെ ഇത് പാസ്സാവുകയാണ്. അവിടെയാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. കേട്ടോ നിങ്ങള്? ആദ്യം നമ്മൾ പഠിച്ചത് 17, 18 അല്ലേ? ശ്രദ്ധിച്ചേ, 17, 18 പാസ്സാക്കിയ ഡേറ്റുകളാണ്. പാസ്സാക്കിയ ഡേറ്റ് ആണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത. അപ്പൊ നമുക്ക് സബ്കാ ബീമ സബ്കാ രക്ഷാ ബിൽ നോക്കുന്ന സമയത്ത് 16, 17 ഇൻഷുറൻസ് ആണ് ആദ്യം വരുന്നത്. 16 ഇൻഷുറൻസ് പാസ്സാവുന്നു, 17 തന്നെ രാജ്യസഭ പാസ്സാക്കുന്നു. പക്ഷെ സൈൻ ചെയ്യുന്ന രണ്ടും 20 അപ്പൊ ആദ്യം ഇൻഷുറൻസ് 16. ഓക്കെ, ആദ്യം 16 ഇൻഷുറൻസ്. 16 ഡേറ്റ് ആണ് പറയുന്നത്. 17 ഡേറ്റിലാണ് വരുന്നത് നമ്മുടെ ആണവോർജം. ഓക്കെ ആണല്ലോ? ശാന്തി ബില്ല് 17, 18. ഇത് 16, 17 ഡേറ്റുകൾ നോക്കിക്കേ. 17, 18. ഇതോ 16, 17 ഡേറ്റുകൾ കിട്ടിയോ? ഡേറ്റുകൾ അവസാനം ഞാൻ ഒന്നുകൂടി ഓർഡറാക്കി പറയാം. അങ്ങനെ ഇത് പാസ്സാക്കുന്നു. നോക്കൂ, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ നിക്ഷേപം തന്നെയാണ്. ആ വിദേശ നിക്ഷേപം 74% ഇത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ അത് 100% ഉയർത്തി. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്വകാര്യ മേഖലയിൽ ഫണ്ട് പുറത്തുനിന്ന് ആളുകൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വായിച്ചു നോക്കുക. 38 ഇൻഷുറൻസ് ആക്ട്, 56 LIC ആക്ട്, 99 IRDA ആക്ട്, ഇങ്ങനത്തെ ആക്ടുകളിലൊക്കെ ഭേദഗതി വരുത്തിയതും പിന്നെ വിദേശ നിക്ഷേപത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി ഷോർട്ട് ആയിട്ടുള്ള മനോഹരമായ പിക്ചറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ ഇൻഷുറൻസ് ബില്ലാണ് 2025 ഇമ്പോർട്ടന്റ് ആണ്. യെസ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ PDF വായിക്കുന്നത് കുറച്ചുകൂടി രസം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് കേട്ടോ. അവിടെ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് വീക്ഷിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ ഡിസംബർ 15 പഠിച്ചു. ദെൻ ശാന്തി ബില്ല് ഡിസംബർ 15 ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ശാന്തി എപ്പോഴും ശാന്തി ഉണ്ടാവുന്ന ഒരു ദിവസം ഗ്യാപ്പ് ഇടാൻ കേട്ടോ. അപ്പൊ 17, 18 പഠിച്ചു. പിന്നെ 20 രണ്ടും സൈൻ ചെയ്ത് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ 16 അവതരിപ്പിച്ച പിറ്റേ ദിവസം അവതരിപ്പിച്ച സബ്കി ബീമ സബ്കി രക്ഷാ ബില്ലോ 2 സഭകളിലുമായിട്ട് 16, 17 തീയതികൾ പാസ്സാക്കുന്നുണ്ട്. അപ്പൊ 16 ലോകസഭയിലും 17 രാജ്യസഭയിലും സബ്കാ ബീമ സബ്കി രക്ഷാ ബില്ല്. അപ്പൊ ആദ്യം ഇൻഷുറൻസ് ആണ് 16, 17. പിന്നെ 17, 18 ഈ പറയുന്ന ശാന്തി ബില്ല്. രണ്ടും സൈൻ ചെയ്യുന്ന 20. ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഏതാണ് ആദ്യം ലോകസഭയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഷുറൻസിൻ്റെതാണ് എന്ത് 16, 17 പിന്നെ 20. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞ ശാന്തി ബില്ല് എന്ന് കേൾക്കുമ്പോൾ 17, 18, 20 സംഗതി സെറ്റല്ലേ? 17, 18, 20 ശാന്തി, 16, 17, 20 ഇൻഷുറൻസ്. ഒന്ന് ക്ലിയർ ആയിട്ട് ചിന്തിക്കി വെക്കുക, മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2025 ഡിസംബറിൽ ഭീകരാക്രമണം നടന്ന ബോണ്ടി ബീച്ച്, ബോണ്ടി എന്ന് പറഞ്ഞ മുട്ടായി ഉണ്ട്, ബോണ്ടി അല്ല അങ്ങനത്തെ ഒരു പേരിൽ മുട്ടായില്ല, എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ബോണ്ടി ബീച്ച് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ബോണ്ടി ഓസിന് കിട്ടിയാൽ ആ മുട്ടായി വാങ്ങി തന്നാറുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ബൗണ്ടി അങ്ങനത്തെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു മുട്ടായി, തേങ്ങാ മുട്ടായി ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അത് ഓസിന് കിട്ടിയാൽ തിന്നാൻ നല്ല രസമാണ്. ബൗണ്ടി അത് കഴിച്ചവർക്ക് ആ കോഡ് കിട്ടും, അല്ലാത്തൊരു വേറെ എന്തെങ്കിലും പഠിച്ചോ. ബോണ്ട കിട്ടുന്ന ഓസിന് ബോണ്ട, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയെങ്കിലും പഠിക്കുക. ഓസിന് കിട്ടിയ ബോണ്ട, ഭീകരര് ബോണ്ട വെച്ചിട്ട് ഓസ്ട്രേലിയയില് എന്തെങ്കിലുമൊക്കെ പഠിക്കടാ. ഒരു ഭീകരാക്രമണം നടത്തി ബോണ്ടി ബീച്ച്. അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 5 എവിടെയാണ് നടന്നത്? വാട്ടർ ഫെസ്റ്റ് കഴിഞ്ഞ വർഷമൊക്കെ നടന്നത് ബേപ്പൂരാണ് കേട്ടോ. ടൂറിസം മന്ത്രിയുടെ നാട്ടിലാണ് വാട്ടർ ഫെസ്റ്റ് നടന്നത്. അപ്പൊ അത് രണ്ടും പഠിച്ചല്ലോ. ലോകത്തിലെ ആദ്യത്തെ സ്വയംഭരണ കപ്പൽശാല നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാ വെച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. മകളെ, ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നിലവില് SBIയുടെ പുതിയ MD മാനേജിംഗ് ഡയറക്ടർ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ മാറാൻ സാധ്യത, അതുകൊണ്ട് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു കേട്ടോ. പദവികൾ പറയുമ്പോൾ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കും. രവി രഞ്ജൻ, SBIയുടെ MD ആരംഭിച്ചാൽ മാനേജിംഗ് ഡയറക്ടർ ആരംഭിച്ചാൽ രവി രഞ്ജൻ പഠിച്ചു വെച്ചേക്കുക. ഡിഗ്രി പ്രിലിംസ് പോലെ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസങ്ങൾ കേട്ടോ. രവി രഞ്ജൻ. ചിരിയുടെ പുതിയ പ്രസിഡന്റ് നോട്ട് ചെയ്ത് വെക്കുക. ആന്റോണിയോ കാസ്റ്റ് നോക്കൂ, ആന്റോണിയോ കാസ്റ്റ്
കാസറ്റ് എന്നോ, ഈ കാസറ്റ് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക ചിലപ്പുള്ള സൗണ്ട് ഉണ്ടാവും കാസറ്റിൽ, ചിലി അല്ലെങ്കിൽ ചിലച്ചുകൊണ്ടിരിക്കുകയെന്നോ, അങ്ങനെ ആലോചിക്കുക. കാസ്റ്റ് കേട്ടോ, ആന്റോണിയോ കാസ്റ്റ് ആണ് ഈ പറയുന്ന ചിലിയുടെ പുതിയ പ്രസിഡന്റ്. ഒരു വിദേശ രാജ്യത്തിന്റെ, അതായത് UAE ആണ്, ബഹിരാകാശ ദൗത്യത്തിനായിട്ട് ആസ്ട്രോയിഡ് ലാൻഡർ നിർമ്മിക്കാൻ അവസരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ്? Hexa-20 ആണ്. മക്കളെ, UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഒരു കമ്പനി ആസ്ട്രോയിഡ് ലാൻഡർ നിർമ്മിക്കാൻ വേണ്ടി അവസരം ലഭിച്ചു. ടെക്നോ പാർക്ക്, കേരളത്തിലെ ടെക്നോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് Hexa-20. ഇവരെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം ഒരു പോയിന്റ് പഠിപ്പിച്ചിരുന്നു, അത് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 13 എന്ന ദൗത്യത്തില് Hexa-20യുടെ നിള എന്നൊരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോയിന്റാണ്, PSC ചോദിച്ച പോയിന്റാണ്. നിള എന്ന ഉപഗ്രഹം ആരുമായി ബന്ധപ്പെടാൻ ചോദിച്ചാൽ ഈ Hexa-20 എന്ന കമ്പനിയാണ്. അവര് അന്ന് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 13 എന്ന ദൗത്യത്തിലായിരുന്നു ഈ നിളയെ എന്താ വെച്ചത്, ഉപഗ്രഹത്തിലേക്ക് എത്തിച്ചത്. നിള കേട്ടോ, ഒരു ഉപഗ്രഹമായിരുന്നു. അത് Hexa-20 ആണ്. ഇപ്പൊ മറ്റൊരു പോയിന്റ് ആണ്, വിദേശ രാജ്യത്തിന്റെ, അതായത് UAEയുടെ ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടിയിട്ട് ആസ്ട്രോയിഡ് ലാൻഡർ എന്ന നിർമ്മിക്കാൻ വേണ്ടി അവസരം ലഭിച്ച കമ്പനി കൂടിയായിട്ട് Hexa-20 മാറുകയാണ്. 2025 ഡിസംബറിൽ ബോളിവുഡിൽ റിലീസ് ചെയ്ത ദുരന്തർ എന്ന സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം. അതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ. ദുരന്തർ പാകിസ്ഥാനാണ്, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സിനിമയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ 2025 സ്റ്റൈൽ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം. ഇപ്പോ ഒരുപാട് നടന്മാരുണ്ട്. ദുരന്തറിലെ നടന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഒരുപാട് പുതിയ ഹിന്ദി നടന്മാരുണ്ട്. എനിക്ക് എപ്പോഴും കിട്ടാത്തൊരു പേരാണ് ഈ രൺബീർ സിംഗും രൺബീർ കപൂറും. ഈ അടുത്ത് എൻ്റെ പിള്ളേരുണ്ട് പറഞ്ഞത് സിംഗ് ആണെന്ന്. സത്യമാണെന്ന് എനിക്കറിയില്ല. ദുരന്തറിലുള്ള സിംഗ് ആണോ രൺബീർ കപൂർ ആണെന്നൊക്കെ എന്താണെങ്കിലും അത് നിങ്ങൾ കമന്റ് ചെയ്തോ. ഞാൻ ചോദിക്കട്ടെ, അർച്ചനയൊക്കെ ക്ലാസ് പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പൊ പറഞ്ഞു വന്നത്, ഇവിടെ 2025 സ്റ്റൈൽ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ചോദിച്ചാൽ പണ്ടേയുള്ള നമ്മുടെ സ്റ്റൈൽ മന്നൻ, അത് രജനീകാന്താണേ, ഷാരൂഖ് ഖാൻ. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ, ഏറ്റവും വലുതാണ്, ഒരുപാട് കാശ് വേണം കേട്ടോ, ഒരുപാട് കാശ് ചെലവാക്കി ഉണ്ടാക്കിയതാ, ഏറ്റവും വലിയ ആണവ നിലയം കശിവാസാക്കി കരിവ. കരിഞ്ഞു പോവുക, ആണവ നിലയ. ആണവെന്നൊക്കെ കേട്ടാൽ ഇച്ചിരി കയ്യിൽ പോയാൽ കരിഞ്ഞു പോകുമല്ലോ. കാശൊക്കെ ചെലവാക്കി വസൂലാക്കി ഉണ്ടാക്കിയ കാശിവാസാക്കി കരിവ. എന്നാണോ കാശിവാസാക്കി കരിവ. കാശിവാസാക്കി കരിവ എവിടെയാണ് പുനരാരംഭിച്ചത് ചോദിച്ചാൽ ജപ്പാനാണ്. ജപ്പാൻ. യുനെസ്കോയുടെ മനുഷ്യത്വത്തിന്റെ ആദർശ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഒരു രാജ്യത്തിന്റെ പാചക വിഭവങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ രാജ്യം. യുനെസ്കോയുടെ പല പൈതൃക പട്ടികയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ യുനെസ്കോയുടെ മനുഷ്യത്വത്തിന്റെ ആദർശ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഒരു രാജ്യത്തിന്റെ പാചക വിഭവങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ്. ഇറ്റലി. അവിടെ മനുഷ്യത്വത്തിന്റെ ആദർശ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പാചക വിഭവങ്ങൾ ഇറ്റലി ഉണ്ടാലോചിക്കാം. സയ്യിദ് മുസ്താഖ് അലി 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? മുസ്താഖ് അലി ജാർഖണ്ഡ് ആണ്. സയ്യിദ് മുസ്താഖ് അലി 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് ജാർഖണ്ഡ് ആണ്. അശോക് ടണ്ടൻ രചിച്ച പുതിയൊരു പുസ്തകമുണ്ട്. അതിന്റെ പേര്, ആ പുസ്തകത്തിന്റെ പേര് അടൽ സംസ്മരൺ എന്നാണ്. അടൽ സംസ്മരൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്റെ പിറകിൽ നിങ്ങൾക്ക് ബുക്ക് കാണാം PDF വായിക്കുമ്പോൾ കേട്ടോ. ഇറ്റലിയിലെ ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു പത്ര കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ അടൽ ബിഹാരി വാജ്പേയിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു അശോക് ടണ്ടൻ. അദ്ദേഹം രചിച്ച പുസ്തകമാണ് അടൽ സംസ്മരൺ. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 2026 നടക്കുന്ന യൂത്ത് ഒളിമ്പിക്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഡാക്കർ എന്ന് പറയുന്ന സ്ഥലം, ഡാക്കർ നിങ്ങൾ കണ്ടോ, DAKAR. ഡാക്കർ എന്ന് പറയുന്ന സ്ഥലം സെനഗലിലാണ്. സെനഗൽ, ആ സ്ഥലം പഠിക്കണം. ഡാക്കർ, സെനഗൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിനൊക്കെ നിങ്ങൾ ഫുട്ബോൾ കളിക്കാർ ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ 2026 നടക്കുന്ന യൂത്ത് ഒളിമ്പിക്സിന് വേദിയാവുന്നത് സെനഗലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാക്ക് ഇടനായി യാഥാർത്ഥ്യമാവുന്ന സംസ്ഥാനം. ഒരു ഇലക്ട്രിക് ട്രാക്ക്, പ്രത്യേകമായിട്ട് റോഡിലൂടെ ഇലക്ട്രിക് ട്രാക്ക് ഇടനായി യാഥാർത്ഥ്യമാവുന്നത് കേരളമാണ്. കേരളത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേട്ട അല്ല സോട്ട, ഈ ഹിന്ദിക്കാരൊക്കെ സേട്ട വിളിക്കുന്ന കെ സോട്ടോ. ഇതിന്റെ പൂർണ്ണരൂപം നിങ്ങൾ പഠിക്കണം കേട്ടോ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ഇതിന്റെ പൂർണ്ണരൂപം നിർബന്ധമായിട്ട് പഠിക്കണം, ചോദിക്കും. നോക്കൂ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു മൃതസഞ്ജീവനി എന്നൊരു പദ്ധതി വന്നിട്ടുണ്ടാവും. അതിന് പകരമാണോ എന്നൊക്കെ ചിന്തിക്കണം. അതിന് പകരമൊന്നുമല്ല, അതവിടെ ഉണ്ട്. ഇതെന്താ ശ്രദ്ധിക്കണം, കേരളത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേട്ടോ സർക്കാർ രൂപീകരിച്ചൊരു പുതിയ പദ്ധതിയാണ് കെ
കെ സോട്ട ഹൃദയം, കരള്, കിഡ്നി ഒക്കെ തരുമെന്ന് ചോദിക്കല്ലേ. അപ്പോ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. പ്രൊജക്ട് സൺ ക്യാച്ചർ ഗവേഷണ പദ്ധതി ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൺ ക്യാച്ചർ ആരെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ആണ്. 2025 ഡിസംബറിൽ DRDO വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ആണ് പിന്നാക്ക. നിങ്ങളെ ശരിക്കും ഇങ്ങനെ ലോങ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. ഞാനിത് പരസ്യം പറയുന്നതല്ല, നമ്മുടെ ബാച്ചൊക്കെ ആരംഭിച്ചിട്ട് കുറച്ചായി, ഒരു 10 ദിവസമൊക്കെ ക്ലാസ് എടുത്തിട്ട് പുതിയൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചൊക്കെ ഉണ്ട്. ജസ്റ്റ് പറയുകയാണ് 7306118242 പരസ്യമൊന്നുമല്ല, ഞാൻ ആദ്യം പറയുകയാണ്. നിങ്ങൾക്ക് 100 കണക്കിന് ആപ്പുകൾ, ടെലഗ്രാം ഫ്രീ ഗ്രൂപ്പുകൾ, ചാനലുകളൊക്കെ ഉണ്ട് മെറ്റീരിയലൊക്കെ കിട്ടാൻ പഠിക്കാനൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കമ്പനി ബോർഡ് എലിജിബിലിറ്റി ഒറ്റ ബാച്ച് ഉണ്ട്, അവർക്ക് കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് പ്രത്യേകമായിട്ട് വേറൊരു ബാച്ച് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണേൽ ജോയിൻ ചെയ്യാം. വളരെ കുറച്ച് ഒരു 5-10 ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഇനി എപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താലും ആ ക്ലാസ്സിൻ്റെ ഒക്കെ റെക്കോർഡും PDF ഒക്കെ കിട്ടും ലൈവായിട്ട്. ടെലഗ്രാമിൽ ഞാൻ തന്നെയാണ് ഫുൾ ക്ലാസ് എടുക്കുക. വേണ്ടവർക്ക് അവിടെ ആകുമ്പോൾ ഒരുപാട് സമയം ചാറ്റ് ചെയ്തൊക്കെ രസമായിട്ടൊക്കെ പഠിക്കാം. ഈ നമ്പറിലേക്ക് ഒന്ന് അയച്ചാൽ മതി. ഇത് ഞാൻ പറയാൻ കാരണം ഒരു കോഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് നമുക്ക് പലപ്പോഴും ഉള്ള കുറച്ച് ദിവസം പഠിക്കും, പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല. PSC പഠിക്കും, പ്രത്യേകിച്ച് ഒരു മെന്റർ സപ്പോർട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ 500-ഓളം പിള്ളേരുണ്ട്. അവർ ഫുൾ ടൈം അവരെ മെന്റർ എന്ന രൂപത്തിൽ ഞാൻ ഇങ്ങനെ ഉന്തി സെറ്റാക്കി കൊണ്ടുപോകാറുണ്ട് പലപ്പോഴും. ചിലപ്പോഴൊക്കെ അതിന് എനിക്കും ഒരു ഗ്യാപ്പ് വരും. അപ്പം നമ്മളിങ്ങനെ പിന്നാലെ നടക്കല്ലേ, നിന്റെ പിന്നാലെ എന്നാണ്. അപ്പൊ പിന്നാക്ക അല്ലെ, ദീർഘദൂര ഗൈഡ് ചെയ്യാൻ വേണ്ടി പിന്നാലെ നടക്കണം. പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നടന്നിട്ടാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇപ്പോഴേ പരിപാടി നിർത്തിക്കോ. ഇത് കോഡാക്കി പറഞ്ഞതാണ്, കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് തന്നെ ഒരു ബോധം വേണം, നമുക്ക് തന്നെ ആത്മാർത്ഥമായി പഠിക്കാൻ തോന്നണം. ഉറക്കം, മറ്റുള്ള ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ച് ഫുൾ ടൈം പഠിക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് പഠിച്ച് ഒരുപാട് പരീക്ഷകൾ എഴുതി ഒരു 3-4 നല്ല ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ എത്തിയാലേ ഇനിയുള്ള കാലത്ത് ജോലി കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിക്കോളി. ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ, പോസിറ്റീവായി പറഞ്ഞാൽ നന്നായിട്ട് വളരെ കഷ്ടപ്പെട്ട് സിസ്റ്റമാറ്റിക്കായി പഠിച്ച് ഒരു 5-6 മാസം നന്നായി പഠിച്ച് അതിനുള്ളിൽ എക്സാം എഴുതി ജോലിക്ക് കയറുക. ഇതിങ്ങനെ കാലാകാലം പഠിച്ച് കുറച്ച് പഠിച്ചൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് പിന്നാക്ക. ഞാൻ സാധാരണ ക്ലാസ്സിനോട് പറയാറില്ല, ഒരു കോഡ് പറഞ്ഞപ്പം ഒരു ടിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന നേട്ടം കൈവരിച്ചത് നമുക്കറിയാം. പാലാ നഗരസഭയിലെ അച്ഛനും മോളൊക്കെ ജയിച്ചിരുന്നു. അവിടെ വനിതാ സംവരണമായിരുന്നു. അതുകൊണ്ട് ദിയ പുളിക്കക്കണ്ടം, പാലയിലെ നഗരസഭയിലെ പുതുതായി വന്ന നമ്മുടെ മാഡത്തിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ പിറകെ കൊടുത്തിട്ടുണ്ട്. ദിയ മോളാണ്. ദിയ പുളിക്കക്കണ്ടമാണ് പാലാ നഗരസഭയിലെ ചെയർപേഴ്സണായി വന്നത്. 2025 നമ്മളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കാം. ഒന്ന്, ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ദിയയാണ്. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ചോദ്യം ഇതാണ്: പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ നന്നായിട്ട് ഓർക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ, ആ പ്രസിഡന്റിന്റെ പേര് ഓർമ്മകളിൽ കമന്റ് ചെയ്തേ. അപ്പൊ അത് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഓർമ്മശക്തിയില്ല. എത്ര പേര് കമന്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്തോ. എത്ര കമന്റ് ചെയ്താലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കണം. പക്ഷെ നിങ്ങൾ പഠിച്ച് നമ്മളൊരു ഇന്ററാക്ഷൻ ആണല്ലോ അല്ലേ. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലായത് നഗരസഭയുടെ ചെയർമാനായിട്ട് കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വിശ്വേട്ടനാണ്. പി വിശ്വനാഥൻ കേട്ടോ. പി വിശ്വേട്ടൻ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി വന്നു. അപ്പൊ പണിയ വിഭാഗത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പേര് നിങ്ങൾ കമന്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇതുപോലെ പണിയ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലായത് നഗരസഭയുടെ ചെയർമാൻ, നഗരസഭയാണ്, മറ്റേത് പഞ്ചായത്താണ് കേട്ടോ. അതുപോലെ തന്നെ ദിയ പുളിക്കക്കണ്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭയുടെ അധ്യക്ഷയാണ്. മുമ്പ് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ വന്ന ഓർമ്മയില്ലേ. അതുപോലെ 2025 ഡിസംബറിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏത് ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് പുറത്തിറക്കിയത്? സാന്താലി ഭാഷ, ഗോത്രഭാഷയാണ്. 2025 ഡിസംബറിൽ ദ്രൗപദി മുർമു ഏത് ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് പുറത്തിറക്കിയത്? സാന്താലി ഭാഷ. 2026 നവംബറിൽ ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടിക്ക് വേദിയാവുന്നത്. നോക്കൂ, പ്രതിരോധ മരുന്നുകളുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഉച്ചകോടി, ഒരുപാട് ഉച്ചകോടി കേൾക്കുമ്പോഴത്തേക്ക് ഈ AI എന്നൊക്കെ കേൾക്കുമ്പോൾ കുമരകം ഇങ്ങനെ എഴുതും. പണ്ടേ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി, കുമരകം മൂന്നാർ എന്നൊക്കെ പാട്ട് പറഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ ബജറ്റ്. അപ്പൊ അതുപോലെ കുമരകം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി കുമരകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അത് നമ്മുടെ നാട്ടിലെ നല്ല തണുപ്പാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന നല്ല ചൂടത്താണ്, AC ഇട്ടിട്ട് വരെ വേർത്തൊലിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ കഴിഞ്ഞ വർഷം ഗംഭീര തണുപ്പ് അനുഭവപ്പെട്ടു അല്ലെ നമ്മളെല്ലാവർക്കും. അതിന്റെ 2 പ്രതിഭാസങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 2025 ഡിസംബറിൽ കേരളത്തിൽ പകൽ സമയത്തും അനുഭവപ്പെട്ടിരുന്ന
നീണ്ടു നിൽക്കുന്ന അസാധാരണ തണുപ്പ്. ഡിസംബറിൽ ഓൾറെഡി തണുപ്പാണ്, പക്ഷെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു അല്ലെ. ഈ പറയുന്ന മൂന്നാറിൽ മഞ്ഞ് വീതൊക്കെ കാണാൻ പോയിട്ടുണ്ടോ? ആ ഒരു പ്രതിഭാസമായിരുന്നു സൈബീരിയൻ ഹൈയും ലാനിനയും. മക്കളെ പഠിച്ചു വെക്കുക, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലാനിന സൈബീരിയൻ ഹൈ, രണ്ട് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങൾ. ലാനിന സൈബീരിയൻ ഹൈ. ഈ ലാനിന എന്നത് സ്പാനിഷ് ഭാഷയിൽ ചെറിയ പെൺകുട്ടി എന്നാണ്. ലാനിന കേൾക്കുന്ന തന്നെ ലാനിന, ഒരു ചെറിയ പെൺകുട്ടി എന്നാണ് അർത്ഥം. ഇതെന്താണ് ഈ ലാനിന, എന്താണ് സൈബീരിയൻ ഹൈ എന്ന് പറയാം. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു തണുപ്പ് വരാൻ കാരണം രണ്ട് പ്രതിഭാസങ്ങൾ, ഒന്ന് ലാനിന, ഒന്ന് സൈബീരിയൻ ഹൈ പ്രധാനമായിട്ടും. അപ്പൊ ലാനിന എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷയിൽ ചെറിയ പെൺകുട്ടി. പസഫിക് സമുദ്രത്തിലാണ് ലാനിന പ്രതിഭാസം രൂപം കൊണ്ടത്. ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉറപ്പാണ്, പ്രതീക്ഷ നിങ്ങൾ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിലാണ് ലാനിന പ്രതിഭാസം രൂപം കൊണ്ടത്. എവിടെയാണ്? പസഫിക് സമുദ്രത്തിൽ. നോക്കൂ, ലാനിന ഇന്ത്യൻ മൺസൂണിനെ ശക്തിപ്പെടുത്തുകയാണ്. ഈ ഒരു പ്രതിഭാസം നമ്മൾ ഓൾറെഡി ഉള്ള ആ ഒരു ഇന്ത്യൻ മൺസൂണിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ്. പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചെറിയ പെൺകുട്ടി എന്ന് സ്പാനിഷ് ഭാഷയിൽ അല്ലെ അർത്ഥമുള്ള ലാനിന, ഇതിന്റെ ഫലമായി ഇന്ത്യയിൽ കനത്ത മഴയും ചിലപ്പോൾ പ്രളയവും തണുപ്പ് കാലത്ത് കഠിനമായ തണുപ്പും അനുഭവപ്പെടാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധന്മാർ പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനിലയിൽ ഉണ്ടാകുന്ന കുറവ് ആഗോള കാലാവസ്ഥയെ ബാധിക്കുകയും ഇന്ത്യയിൽ ശൈത്യകാലം കഠിനമാകാൻ സാഹചര്യമൊരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നും വിലയിരുത്തുന്നുണ്ട്. അതായത് പസഫിക് സമുദ്രത്തിന്റെ അവിടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചില താപത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ അത് വലിയ രൂപത്തിൽ അവിടെ ഒരു പ്രതിഭാസമായി മാറുകയും അത് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടാൻ കാരണം അതാണ് ലാനിന. നിങ്ങൾ ഇതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കാണ്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ലാനിന എവിടുന്ന് വരുന്നു? പസഫിക് സമുദ്രത്തിൽ. എവിടുന്നാണ് ചെറിയ പെൺകുട്ടി വരുന്നത്? പസഫിക് സമുദ്രത്തിൽ കേട്ടോ. ഇതിന്റെ ഫലമായിട്ടാണ് നല്ലൊരു തണുപ്പ് ഇവിടെ വരുന്നത്. ഇനി സൈബീരിയൻ ഹൈ, ആ പേര് തന്നെ സൈബീരിയൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൈബീരിയയിലുള്ള ചില ജീവികളൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? അപ്പോൾ സൈബീരിയൻ കടുവകളൊക്കെ ഓർമ്മയില്ലേ? കടുവകള് അപ്പോൾ ഈ മഞ്ഞുള്ള ധ്രുവപ്രദേശങ്ങളിൽ അപ്പം നല്ല തണുപ്പാണ് സൈബീരിയ, നമുക്കറിയാം. അവിടെ ഹിമാലയൻ പർവ്വത നിരകൾ ഇന്ത്യയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സൈബീരിയൻ മേഖല എന്ന് പറഞ്ഞാൽ അപ്പുറത്തു നിന്നും നല്ല ശക്തമായ കാറ്റ്, തണുത്ത കാറ്റ് ഇന്ത്യയിലേക്ക് പൊതുവെ വരാറുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഞാൻ വായിക്കാം. ഹിമാലയൻ പർവ്വതനിരകൾ കടന്നെത്തുന്ന അതിശൈത്യമുള്ള കാറ്റ്. സാധാരണഗതിയിൽ ഹിമാലയൻ പർവ്വതം ഇങ്ങനെ ഈ കാറ്റിനെ തടഞ്ഞു നിർത്താറുണ്ട് നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ. എന്നാൽ ഇപ്രാവശ്യം അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പുറത്തോട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു തണുത്ത കാറ്റ് വരികയാണ്. സാധാരണയായി ഹിമാലയം ഇത്തരം കാറ്റുകളെ തടഞ്ഞു നിർത്തുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഈ കാറ്റ് ഹിമാലയം കടന്ന് തെക്കോട്ട് ദക്ഷിണേന്ത്യയിലേക്ക് നീങ്ങി. നോക്കണേ, ഇപ്പൊ സൈബീരിയൻ ഹൈ എന്ന് പറയുന്ന കാറ്റ് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ 2025 ഹിമാലയത്തെ കടന്നുകൊണ്ട് ദക്ഷിണേന്ത്യ വരെ എത്തുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ സൈബീരിയ രൂപപ്പെടുന്ന അർദ്ധസ്ഥിരമായ അതിശക്തമായ തണുത്ത വായു സമ്മർദ്ദ മേഖലയാണ് സൈബീരിയൻ ഹൈ. അപ്പൊ എന്താണ്? സൈബീരിയ രൂപപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് സൈബീരിയൻ ഹൈ എന്ന് വിളിക്കുന്നത്. അത് ഇങ്ങോട്ട് വരുന്നു. ഇത് വടക്കൻ ഏഷ്യയിൽ നിന്ന് തണുത്ത വരണ്ട കാറ്റിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. വടക്കൻ ഏഷ്യ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ മുകളിലോട്ട് അല്ലെ, ഏഷ്യയുടെ വടക്കൻ മേഖല, അവിടെ സൈബീരിയൻ മേഖലയിൽ നല്ല തണുത്ത കാറ്റ് ഇങ്ങോട്ട് വരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഹിമാലയം അത് സാധാരണ തടഞ്ഞു നിർത്തി അവിടെയാണ് അനുഭവപ്പെടാറ്. പക്ഷെ ഇപ്രാവശ്യം അതിന്റെ പുറത്തോട്ട് വന്നു, നമ്മുടെ നാട്ടിലേക്ക് എത്തി. മറ്റൊന്ന് ലാനിന പസഫിക് സമുദ്രത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അവിടെ രൂപപ്പെട്ട എന്താ പറയുക താപനിലയിൽ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനിലയുണ്ടായ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ലാനിന. പസഫിക് സമുദ്രത്തിൽ ലാനിന പ്രതിഭാസം കേട്ടോ. അത് ഇങ്ങോട്ട് വന്ന് രണ്ടെണ്ണം ലാനിന സൈബീരിയൻ ഹൈ മനസ്സിലാക്കി പഠിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ പത്രക്കട്ടികൾ ന്യൂസുകളൊക്കെ ഒരുപാട് പഠിച്ചതിന് ശേഷം ആവശ്യമുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നല്ല കുറച്ച് അടിപൊളിയുള്ള പോയിന്റ്സ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പസഫിക് സമുദ്ര രൂപം കൊണ്ട ലാനിന ആഗോള വായു സഞ്ചാരഗതിയിൽ മാറ്റം വരുത്തുന്നുണ്ട് ഈ പറയുന്ന ലാനിന. അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പം പറഞ്ഞ സൈബീരിയൻ ഹൈ, അതിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഒരു ചെറിയ പോയിന്റ് ഞാൻ വായിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കേരളത്തിൽ പകൽ സമയത്ത് അനുഭവപ്പെടുന്ന നീണ്ടു നിൽക്കുന്ന അസാധാരണമായ തണുപ്പിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിട്ട് പത്രങ്ങളിൽ വന്നാണ് ചുഴലിക്കാറ്റുകൾ. ഉദാഹരണത്തിന് ഡിറ്റുവ ചുഴലിക്കാറ്റ് ചോദിക്കും. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡിറ്റുവ ഏതാണ് ആ ചുഴലിക്കാറ്റ്? ഡിറ്റുവ ചുഴലിക്കാറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിലാണ് കേട്ടോ. എവിടെയാണ്? ശ്രീലങ്ക. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഡിറ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിലാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. ശ്രീലങ്കയിൽ ഡിറ്റുവ ചുഴലിക്കാറ്റ്. അപ്പൊ നിങ്ങൾ ഈ പത്രക്കട്ടിക ഒന്ന് വായിച്ചു നോക്കുക, അതും ഇതിനൊരു കാരണമാണ്. മറ്റൊരു പോയിന്റ്, ഒരു എക്സ്ട്രാ നല്ലൊരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. കേരളത്തിൽ അപ്രതീക്ഷിത ശൈത്യം, രാത്രിയും രാവിലെയും തണുത്ത കാര്യം പറഞ്ഞല്ലോ, നല്ല തണുപ്പ് കൂടിയത്. കർണാടകയില് നോക്ചേണൽ റേഡിയേറ്റീവ് കൂളിംഗ്. നോക്കൂ, നോക്ചേണൽ റേഡിയേറ്റീവ് കൂളിംഗ് എന്ന പ്രതിഭാസവും
കർണാടക മേഖലയിൽ അവിടെ അതിശൈത്യം നമ്മുടെ കേരളത്തിലേക്ക് ഉൾപ്പെടെ ഈ നോക്ചേണൽ റേഡിയേറ്റീവ് കൂളിംഗ് എന്നൊരു പ്രതിഭാസമാണ്. അത് എന്താണെന്ന് പഠിക്കാൻ നിൽക്കണ്ട. നോക്ചേണൽ റേഡിയേറ്റീവ് കൂളിംഗ് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നോക്ചേണൽ റേഡിയേറ്റീവ് കൂളിംഗ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ക്ലാസ് നീണ്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ 10-15 മിനിറ്റ് ആവുമ്പോൾ നിങ്ങൾ കാണുന്നുള്ളൂ, അത് തന്നെ കാണുന്നില്ല. മാക്സിമം കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ അഭിപ്രായം പറയുക. ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യുക. എം മുകുന്ദന്റെ ആത്മകഥ, ഓപ്ഷൻ A, B, C, D. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.